ദൈവമേ കാത്തോളിനെ എന്റെ അച്ഛാ കൈവിടല്ലേ. ശ്രീ പത്മനാഭാ എന്റെ അച്ഛ അവിടെ ഇരി. ഒന്ന് വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജാ ബൈ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. നോക്കണം, അകത്ത് കുത്തിയ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക് നോക്കണം. ഇതേമാതിരി കുത്തി കഴിഞ്ഞു നോക്കണം, കമ്പനി കിട്ടി കഴിഞ്ഞ്. ബൈ രാജാ ബൈ ബൈ. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജാ ബൈ ബൈ. നോക്കണം. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. കടന്നു വരൂ. ആവശ്യമുള്ളവ വെറുതെ ഇരിക്കണ്ട. പോക്കറ്റിൽ കിടക്കുന്ന കാശെടുത്ത് ഇവിടെ വെക്കൂ. അകത്ത് കുത്തിയാൽ അത് ചേട്ടനാണ്. അത് 50 രൂപ വെച്ച് കഴിഞ്ഞു 500 രൂപയാണ് അകത്ത് കുത്തിയാൽ. പുറത്ത് കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കാണ്. ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ഇവിടെ കുത്തോ. ഭാഗ്യം ചേട്ടനുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അടിച്ചു കമ്പനിക്ക് 50 രൂപ അങ്ങനെ കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ്. ചേട്ടൻ മടിക്കണ്ട, അറയ്ക്കണ്ട, ധൈര്യമായിട്ട് വെച്ചോ. അകത്ത് കുത്തിയ ചേട്ടൻ വെച്ചിരിക്കുകയാണ് 100 രൂപ. അകത്ത് കുത്തിയാൽ ചേട്ടൻ 1000 രൂപയാണ്. ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ആർക്കും വെക്കാം. കുത്തു. ചേട്ടന് ഭാഗ്യമുണ്ടെന്ന് ഇപ്പൊ അറിയാം. അടിച്ചു കമ്പനിക്ക്. ഇനി ആരാണ് വരോ. കാശ് തീർന്നോ? ആർക്കും വെക്കാൻ. ചേട്ടാ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ വെക്കോ. വെറുതെ എനിക്കിട്ട് വെക്കരുത്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ വെക്കോ. ഒരു ചേട്ടൻ വന്ന് ചേട്ടാ ധൈര്യമായിട്ട് കടന്നിരിക്കൂ. ഇവിടെ ഇരിക്കൂ. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. നിങ്ങൾക്കും വെക്കാം കേട്ടോ. വെറുതെ നോക്കിക്കൊണ്ടിരിക്കണ്ട. 10 വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ 100 രൂപയാണ്. ചേട്ടൻ പുറത്ത് കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കുള്ളതാണ്. ചേട്ടൻ ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ദൈവത്തിന് മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് കുത്തു. ഇപ്പൊ ഭാഗ്യം നമുക്കറിയാം. റെഡി? 100 അടിച്ചിരിക്കുകയാണ്. 100 ഇനി കളയണ്ട. 100 രൂപ ധൈര്യമായിട്ട് വെച്ചോളൂ. ഇവൻ ഏതാടാ? അപ്പോ 100 വെച്ചാൽ 1000. ഇതാ 100. ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ശ്രീപത്മനാഭ കുത്തിയിരിക്കുകയാണ്. അകത്ത് കുത്തിയാൽ അത് ചേട്ടന് തന്നെയാണ്. റെഡി? പണിയായി. അടിച്ചു. പൈസ 1000. അതെ, നിങ്ങളൊക്കെ കളിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്ന? പോയേ പൈസ എടുക്കാ. ഇങ്ങോട്ട് തരാനല്ലേ? അതെ, ചേട്ടൻ ഇപ്പൊ ബസ്സിനുള്ള സമയം എനിക്ക് മനസ്സിലായി. പോവാ, നാളെ കാണാം. അതെ, 1000 വെച്ചാൽ 10000. എന്റെ പൊന്നു ചേട്ടാ, ഉപദ്രവിക്കരുത്. ഞാൻ ആഹാരം കഴിച്ചിട്ട് എന്നെ 2-3 ദിവസമായി. ഒന്നും കഴിച്ചില്ല ചേട്ടാ. ഇപ്പൊ 10000 പോയിട്ട് 10 രൂപ പോലും എന്റെ കയ്യിലെടുക്കാൻ. അതാണോ കാര്യം? ഒരു കാര്യം ചെയ്യ്. കാണുന്നില്ലേ ഹോട്ടൽ? അവിടെ കയറി ആവശ്യമുള്ള കഴിച്ചോ. അല്ല, അപ്പൊ കാശ്? എന്റെ പേര് പറഞ്ഞാ മതി. ചേട്ടന്റെ പേര്? ശ്രീകുമാർ. ശ്രീകുമാറിന്റെ പേര് പറഞ്ഞാൽ നല്ലവണ്ണം കഴിക്കാൻ പറ്റും. എന്റെ അക്കൗണ്ടിൽ എഴുതാൻ പറഞ്ഞാ മതി. അപ്പൊ വരട്ടെ. ശരി ചേട്ടാ. ഓക്കെ, സന്തോഷം. പൊന്നു മോനെ, ഈ സുന്ദരേശനോടാ അവന്റെ കളി. എന്റെ 1000 പോയെങ്കിൽ ഇവനെ കൊണ്ട് 2000 രൂപ തീർപ്പിക്കും. 2000 രൂപ തീറ്റി ഞാൻ വെട്ടി വിഴുങ്ങും. പുറത്ത് കുത്തി കമ്പനി കിട്ടി. ബൈ രാജാ ബൈ. അയ്യോ, എന്റെ പുട്ടും ചായ. എടാ 2 വെച്ച് 4 കിട്ടൂലേ? എന്റെ കാശില്ല. കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കുളത്തിലിറങ്ങിട്ട് കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വിരലിട്ട് നേരെ നടന്നോ. ബൈ രാജാ. എനിക്ക് പുട്ട് വേണം. നിർബന്ധമാണോ? എന്നാലേ അതോ കാണുന്ന ചായക്കടില്ല, അവിടെ പോയിട്ട് ഇഷ്ടമാതിരി തിന്നോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ബൈ രാജാ ബൈ. എന്താ പേര്? തിരുക്കുത്ത് കുമാരൻ. ഞാൻ പോയി പറയും. മതി, പറഞ്ഞാ മതി. ഇവരൊന്ന് അരിയാട്ടിയത് തന്നെ. 13, 15. ആ ഇലയും തൊലിയും കൂടെ എടുത്തരാ കുഞ്ഞെ. നിലവില് ഇവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ. 350. തിരുക്കുത്ത് കുമാരന്റെ പറ്റില്ല എഴുതിക്കോ. കുമാരകന്റെ പറ്റോ? അതിന് അവനിവിടെ പറ്റു കഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ച. അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കട കേട്ടോ. മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. അടക്കടാത്തോട്ടെ. ഞാൻ പോവാ. ഞാൻ പോവാ. ഇങ്ങോട്ട് ആരുടെ നിന്റെ അരിയാട്ടക്കം? അയ്യേ, എന്തിനാണ് കരയുന്നേ? എന്നത്തവം ചെയ്തെന്ന യശോദ കുഴപ്പമില്ല. എന്നത്തവം ചെയ്തെന്ന എന്തോന്ന്? എന്താ പറഞ്ഞേ? വേറെ പറഞ്ഞു. ഈ ചേട്ടന് 2 കുറ്റി പുട്ടുകൂടെ കൊടു.
പൈസ ഞാൻ കൊടുത്തോളാന്ന്. ദാ ഈ പഴം വെച്ചോ, വീട്ടിൽ കൊണ്ടുപോട്ടാ. അതെ, ഇന്നിവിടെ ഇരിക്കുന്നവർക്കല്ല എന്റെ വക ചെലവാണ്. ആർക്ക് വേണോ വെട്ടി വിഴുങ്ങിക്കോളാം കേട്ടാ. ബില്ല് ഞാൻ കൊടുക്കും. അവിടെ 66 ചേട്ടാ, കാശ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം, ഇന്ന് എന്റെ ചെലവാണ്. പൊക്കോ. വല്ല അന്നദാന നേർച്ചയായിരിക്കും. പോ പോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും എന്തും കഴിക്കാൻ എന്റെ ചെലവാണ്. കഴിച്ചോ. ആ 78 ആ മൊത്തത്തിൽ എത്രയായി? 78 50. ഇതോടെ കൂട്ടിക്കോ. അപ്പൊ 810. 810. ആ കുറഞ്ഞുപോയി. ഇത് അവന്റെ പറ്റി എഴുതിക്കോ. എവന്റെ ആ ശ്രീകുമാറിന്റെ. ശ്രീകുമാരൻ നായർക്ക് ഇവിടെ പറ്റൊന്നുമില്ല. എന്റെ അടുത്ത് വന്നിരുന്ന് തിരിക്കുത്തി കളിച്ചിട്ട് 1000 രൂപ അടിച്ചോണ്ട് പോയി ആ ശ്രീകുമാരൻ. ഇവിടെ ഒരു ശ്രീകുമാരനും പറ്റും കഞ്ഞി ഒന്നും ഇല്ലടാ. കഞ്ഞി അയ്യോ, ശ്രീകുമാരന് പറ്റുണ്ടെന്ന് എന്നോട് നീ പറഞ്ഞു. പള്ള നിറച്ച് തിന്നതിന്റെ കാശ് വെച്ചിട്ട് പോണേ. ഞാൻ വേണേ വിളിച്ചോണ്ട് വരാം. നീ എന്നെ വിളിക്കാൻ വിശ്വസിക്ക്. എടാ വിക്രമാ, അയ്യോ, വിക്രമനല്ലെന്ന് ഞാൻ പറഞ്ഞ ശ്രീകുമാർ. സത്യം. 810 രൂപ പറ്റിയിട്ട ഇവന്റെ ഈ കാശില്ല. വിട്ടെ, വിട്ടെ, ദേഹത്തുനിന്ന് കൈ എടുക്ക. ഇവിടെ 810 ഗുണവേ. അതെ. അതെ, എന്റെ കൈ പൈസ ഇല്ല. നിന്റെ കൈ പണമില്ലെങ്കിൽ വേണ്ട. നിനക്ക് തരാനുള്ള പണിയും ഇവിടെ ഉണ്ട് അടുക്കളയിൽ. അരി ആട്ടിതൊക്കെ മറ്റേ മിഷനിലല്ലേ ഏട്ടാ. അതെ, പക്ഷെ ചെമ്പും പാത്രം കഴുകാനുള്ള മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ മോനെ. പിന്നെ ആട്ടാൻ ആളുള്ളപ്പോ വെറുതെ കറണ്ട് കളയുന്ന എന്തിനാ? ചെല്ല് മോൻ, ചെല്ല് 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 ചെല്ല്. ഇവനെ പിടിച്ചോണ്ട് പോ. ചേട്ടാ, എന്നെ വിശ്വസിക്ക്. എനിക്ക് ഈ കറണ്ടിൽ തൊട്ടുള്ള കളിയൊന്നും അറിയില്ല. അവൻ എന്റെ കാശ് പറ്റിച്ചതിൽ എനിക്ക് ഇത്രയും വിഷമമില്ല. അതെന്റെ തൊഴിലാ. പക്ഷേ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച എന്റെ മാനം വരെ അവൻ നശിപ്പിച്ചടാ. എന്തായാലും ഒരു പണി പഠിച്ചല്ലോ. നിങ്ങൾക്കറിയോ, നാട്ടുകാരെ തിരുക്കുത്ത് പഠിപ്പിച്ച എന്റെ അച്ഛൻ തിരുക്കുത്ത് കുമാരൻ എന്നെ പഠിപ്പിച്ച് വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത്. ആ അച്ഛന് പോലും ഇങ്ങനൊരു പറ്റിയിട്ടുണ്ടാവില്ല. സുന്ദരന്റെ അച്ഛൻ ആളൊരു പുലിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അച്ഛന് പോലും നാണക്കേടായല്ലോ ഇന്നത്തെ എന്റെ ഈ അവസ്ഥയിൽ. കടുവയെ പിടിച്ച കിടുവയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ മുന്നില്